കലോത്സവത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ നിമിഷങ്ങൾക്കാണ് വേദി 17 സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് കലോത്സവ വേദിയിൽ എത്താതെ ഒരു കുട്ടി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതെ, ഈ പ്രാവശ്യം കാസർഗോട്ടുകാരി റിയ ഫാത്തിമയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കലോത്സവം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഉത്തരവിൽ നീങ്ങിയിരിക്കുന്നത് 259 കിലോമീറ്റർ ദൂരമാണ്. അറബിക് പോസ്റ്റർ മേക്കിംഗിൽ യോഗ്യത നേടിയ കാസർഗോഡ് പടന്ന VKPKHM RVHSസിലെ വിദ്യാർത്ഥിനിയാണ് സിയ ഫാത്തിമ. വാസ്കുലിറ്റിസ് എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലാണിപ്പോൾ സിയ. യാത്രാജീവനെ ബാധിച്ചേക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതോടെയാണ് മന്ത്രിക്ക് സിയ കത്തെഴുതിയത്. കണ്ണ് നനയിക്കുന്ന സിയയുടെ കത്തിന് ചരിത്രം തിരുത്തിയുള്ള ഉത്തരവാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ഉത്തരവിന്റെ പിറകിലുള്ള മനോവിഷമവും മാനുഷിക മൂല്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട കാര്യങ്ങളും ഞാൻ മരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ കത്തും അതെല്ലാം പരിഗണിക്കപ്പെട്ടു. മാനുഷിക പരിഗണനയുടെ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ മന്ത്രി കെ രാജനും വേദിയിലെത്തി. 57 ആരംഭിച്ച കലോത്സവം ദീർഘമായിട്ടുള്ള 60 വർഷം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ നാം ഒരു പുതിയ ചരിത്രത്തിന് എഴുതുകയാണ്. കീഴ്വഴക്കങ്ങളാവാത്ത എന്നാൽ കഴിഞ്ഞ നവംബറിലോ ഡിസംബർ ആദ്യത്തിലോ നടന്ന കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കാനായ ഒരു കുഞ്ഞ് ഒരു മാസത്തിനകത്ത് ക്വാറന്റൈനിൽ പെട്ടുപോയാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു അഭിലാഷം നിറവേറ്റാൻ കഴിയാത്ത വിധത്തിൽ റിജിഡല്ല നമ്മുടെ നിയമങ്ങളെന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന ഐതിഹാസികമായ ഒരു മാനവികതയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. സന്തോഷകരമായ അനുഭവമാണ്. സിയക്കു വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് IAS ലോട്ടെടുത്തപ്പോൾ മന്ത്രിമാരായ കെ രാജനും വി ശിവൻകുട്ടിയും മത്സരം വീക്ഷിക്കാൻ വേദിയിലെത്തി.